ഭിത്തിയിൽ പെയിന്റ് ചെയ്യുന്ന ജോലിയിലായിരുന്നു ശേഖരൻ എന്ന തൊഴിലാളി. ആ വീടിന്റെ വരാന്തയിലെ കസേരയിൽ ഇരുന്ന് വീട്ടിലെ മുത്തച്ഛൻ ചായ കുടിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് മുത്തച്ഛന്റെ കയ്യിൽ നിന്ന് ചായ ഗ്ലാസ് താഴെ വീണ് പൊട്ടിപ്പോയി. ചായ നിലത്താകെ വീണ് പരന്നു. കാഴ്ചശക്തി കുറവായതുകൊണ്ട് മുത്തച്ഛൻ വല്ലാതെ പേടിച്ചു. മക്കൾ ആരെങ്കിലും കണ്ടിനി വഴക്ക് പറയുമോ എന്ന് അദ്ദേഹം ഭയന്നു. ജോലി നിർത്തിവെച്ചോടിയെത്തിയ ശേഖരൻ അപ്പൂപ്പനെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അപ്പൂപ്പൻ വിഷമിക്കണ്ട, എന്റെ കൈ തട്ടിയാണ് ആ ഗ്ലാസ് വീണെന്ന് ഞാൻ ആ പിള്ളേരോട് പറഞ്ഞോളാം. ശേഖരൻ ഉടൻ തന്നെ നിലം വൃത്തിയാക്കുകയും സ്വന്തം കയ്യിലെ പണം കൊടുത്ത് മുത്തച്ഛന് ചായ വാങ്ങി കൊടുക്കുകയും ചെയ്തു. വൈകുന്നേരം കൂലി വാങ്ങി ശേഖരൻ മടങ്ങുമ്പോ ആ വൃദ്ധൻ ശേഖരന്റെ കയ്യിൽ കയറി പിടിച്ചു. എന്നിട്ട് രഹസ്യമായിട്ട് പറഞ്ഞു, മോനെ, മക്കളുടെ മുന്നിൽ നീ എന്റെ അന്തസ്സ് കാത്തു, നന്ദി. ശേഖരൻ കാരണം ഞാൻ ഒരു ചീത്തയും കേൾക്കേണ്ടി വന്നില്ല. പണമോ പദവിയോ അല്ല, മറ്റുള്ളവരുടെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കി അവരുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കാതെ ചേർത്ത് പിടിക്കുന്നതാണ് എപ്പോഴും മനുഷ്യത്വം എന്ന് പറയുന്നത്. പ്രായമായ മാതാപിതാക്കളെ നിസ്സാര കാര്യങ്ങൾക്ക് ശാസിക്കുന്ന മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. പ്രായമായവർക്ക് പരിഗണന നമ്മൾ കൊടുക്കണം. അവർക്ക് നമ്മുടെ സഹാനുഭൂതി ആവശ്യമുണ്ട്, അനുതാപം ആവശ്യമുണ്ട്, അവർക്ക് നമ്മുടെ സ്നേഹം ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് വയോജനങ്ങളുടെ എണ്ണം കേരളത്തിൽ വളരെ കൂടി വരുന്ന ഒരു കാലം. ഒരു 10-15 വർഷം കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ജില്ലകളിലും എല്ലാ താലൂക്കുകളിലും വയോജന കേന്ദ്രങ്ങൾ തുറക്കേണ്ടി വരും, വൃദ്ധജനങ്ങളുടെ അധിവസിക്കുന്ന കേന്ദ്രം. അതിനിടെ ഒരു ഭയവും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ ഇന്ത്യയെ കടന്നുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംസ്ഥാനം വിട്ടുപോയാൽ ഇവിടെ വൃദ്ധജനങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഒരു ഓൾഡ് ഏജ് ഹോമായിട്ട് കേരളം മാറിപ്പോകും എന്ന് പോലും ആശങ്കപ്പെടുന്നവർ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അപ്പോഴാണ് ഈ പ്രായമായവർക്ക് ബഹുമാനവും ആദരവും സ്നേഹവും പരിഗണനയും കൊടുക്കണം എന്ന് നമ്മൾ പറയും.